ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് വലിയ വലിയ രോഗങ്ങൾക്കൊക്കെ കാരണക്കാരായ ഈ കൊതുകിനെയും അതുപോലെ തന്നെ പാറ്റേനെയും പല്ലിനെയൊക്കെ തുരത്താൻ പറ്റിയ ഒരു കിഡിലൻ ടിപ്പുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രയോജനകരമായ ഒരു നല്ല ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ കടല കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് തലേ ദിവസം തന്നെ നമ്മൾ ഈ കടല കുതിർത്ത് വെക്കാറാണ് പതിവ്. അങ്ങനെ നമ്മൾ കടല കുതിർത്ത് വെക്കാൻ മറന്നു പോയെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു നല്ലൊരു ടിപ്പാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വീട്ടിൽ ഭക്ഷണങ്ങളൊക്കെ ചൂടോട് കൂടി വെക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിലേക്ക് നമ്മൾ എത്രയാണോ കടല കുതിർക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കടല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ചൂടുള്ള വെള്ളം വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ചൂടാറാത്ത പാത്രത്തിലേക്ക് വേണം നമ്മൾ ആ കടല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഒരു അരമണിക്കൂർ സമയത്തേക്ക് ആ മൂടി നന്നായിട്ട് തന്നെ ആ പാത്രത്തിൻ്റെ ലിഡ് ഇതുപോലെ നമുക്ക് മൂടി കൊടുക്കണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണെങ്കിൽ തലേ ദിവസം കുതിർക്കാൻ വെച്ച കടല എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്, അത് കടലയൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും ഒരുപാട് പ്രയോജനകരമായ ഒരു നല്ല ടിപ്പാണ്. ഇനി കടലയൊക്കെ ഇതുപോലെ തലേദിവസം കുതിർക്കാൻ മറന്നു പോയാൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് തോന്നുവാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് സിഗരറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സിഗരറ്റ് ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ വീട്ടിലുള്ള കൊതുകിനെയും പല്ലിനെയും പാറ്റിനെയും ഒക്കെ തുരത്താം എന്നുള്ള ഒരു നല്ലൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇതുപോലെ സിഗരറ്റ് അതിൻ്റെ മുകളിലുള്ള ഒരു പേപ്പർ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള പുകയില എടുത്ത് മാറ്റുന്നുണ്ട്. ആ പുകയിലയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിനും അതുപോലെ തന്നെ പുകയിലൊക്കെ ചേർത്ത് നമ്മൾ ഒരു നല്ലൊരു സൊല്യൂഷനാണ് നമ്മൾ കൊതുകിനെയും അതുപോലെ തന്നെ പാറ്റേനെയും പല്ലിനെയും ഒക്കെ തുരത്താനുള്ള ഒരു നല്ലൊരു സൊല്യൂഷനാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. വളരെയധികം എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു റിസൾട്ട് തന്നെ നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ സിഗരറ്റിൻ്റെ ഉള്ളിലുള്ള പുകയിലൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. അങ്ങനെ ഞാനതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് തിളപ്പിച്ച് നമുക്കൊരു അര ഗ്ലാസ് വെള്ളമാക്കി കുറുക്കിയെടുക്കണം. അങ്ങനെയാണ് നമ്മൾ തിളപ്പിച്ചെടുക്കാനുള്ളത്. അപ്പോൾ സിഗരറ്റിലെ പുകയില നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന ഒരു സമയത്ത് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം കോഫി പൗഡർ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കോഫി പൗഡറിനും കൊതുകിനെ തിരുത്താനുള്ള ഒരു കഴിവുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ കൊതുക് ആ ഒരു സ്ഥലത്ത് തന്നെ പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പുകയിലയും കോഫി പൗഡറൊക്കെ ചേർന്ന് നന്നായിട്ട് നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരയ്ക്കും നമുക്ക് തിളപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഗ്രാമ്പുവാണ്. അപ്പോൾ കുറച്ച് ഗ്രാമ്പും കൂടെ ഞാൻ പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു തള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ തണുപ്പിക്കാൻ വെക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നീട് അത് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ സൊല്യൂഷൻ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെയാണ് സൊല്യൂഷൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൊതുകിൻ്റെ ശല്യം അതുപോലെ തന്നെ പാറ്റ ശല്യം പല്ലി ശല്യമൊക്കെ ഉള്ള ഒരു ഭാഗത്തേക്കായിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും നമുക്ക് കൊതുകിൻ്റെയും പല്ലിയുടെയും പാറ്റയുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പ് തന്നെയാണ് ഇത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലോട്ട് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
ഒരുപാട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്. ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.